നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏറെ ആകാംക്ഷകൾക്കൊടുവിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. കോൺഗ്രസ് അധികായൻ ശശി തരൂരിനെ വെട്ടാൻ കേന്ദ്ര IT മന്ത്രിയും മലയാളിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശശി തരൂരിന് പോന്ന എതിരാളിയെ ബി.ജെ.പി. രംഗത്തിറക്കുന്നത്. സിനിമാ നടി ശോഭനയുടെ ഉൾപ്പെടെ പല പേരുകളും സ്ഥാനാർത്ഥിയായി ഉയർന്നു വന്നെങ്കിലും ദേശീയ തലത്തിൽ ശ്രദ്ധ പതിപ്പിച്ച രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പി. ഒടുവിൽ തലസ്ഥാന നഗരിയിൽ രംഗത്തിറക്കുകയായിരുന്നു. ജന്മനാട്ടിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനോട് പ്രതികരിച്ചത്. വികസനത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നും കേരളത്തിനും തിരുവനന്തപുരത്തിനും ലഭിക്കാത്ത വികസനങ്ങൾ നടപ്പാക്കുകയാകും തന്റെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം ബി.ജെ.പി. തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരണമെന്നതാണ് തലസ്ഥാന നിവാസികൾ പറയുന്നത്. ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിക്കാൻ മാത്രം തങ്ങൾക്ക് ഒരു MP-യുടെ ആവശ്യമില്ലെന്നും നഗരവാസികൾ പറയുന്നു. MP എന്ന നിലയിൽ പൊതുപ്രവർത്തനം പ്രതീക്ഷിച്ച നിലയിൽ തങ്ങൾക്ക് ലഭിച്ചില്ലെന്നും പലപ്പോഴും MP എന്ന നിലയിൽ ശശി തരൂർ ഒരു പരാജയമായിരുന്നെന്നും അനന്തപുരം നിവാസികൾ മാധ്യമ സർവേയിൽ അഭിപ്രായപ്പെട്ടു. അതേസമയം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പിന്തുണ എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നെന്നും എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണയും സഹായവും ഇനി അങ്ങോട്ട് ഓരോ ദിനങ്ങളിലും പ്രതീക്ഷിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തൃശൂർ ദേശമംഗലത്ത് കുടുംബപേരുകളുള്ള രാജീവ് ചന്ദ്രശേഖർ ജന്മനാട്ടിൽ ഇതാദ്യമായാണ് മത്സരിക്കുന്നത്. IT സഹകരണ മന്ത്രിയായിരിക്കെ പല വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും രാജ്യത്ത് നടപ്പിലാക്കാൻ രാജീവ് ചന്ദ്രശേഖർ മുൻപന്തിയിലുണ്ടായിരുന്നു. മോദി മന്ത്രിസഭയിലെ IT വിപ്ലവ നായകൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഘോഷ ലഹരിയിലാണ് തലസ്ഥാന നഗരി.